എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സെയിൽ എന്ന സീരീസിൻ്റെ എപ്പിസോഡ് 8 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു സ്ഥലത്ത് വോൾഫുകളുടെ കൂട്ടം, അതിലൊരു മെയിൻ ആയിട്ടുള്ള വോൾഫ് ഒരു ലയണിനെ കൊല്ലുന്നതാണ്. അവസാനം കൊന്നു കൂടെ ഒരു വോയിസ്. അന്ന് വരെ ഞാൻ വിചാരിച്ചത് ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ബീസ്റ്റ് ഞാനാണെന്നാണ്. എന്നാൽ ഞാൻ ഉള്ളത് ഒരു കോണിലാണ് എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. എനിക്ക് സ്ട്രോങ് ആകണം, ഞാൻ മുകളിൽ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഫെങ്ഷു വരുന്നത്. ആ വോൾഫിന് ഒരു ക്രൗണ് അത് കൊടുക്കുന്നത്. അത് കാരണം ആ വോൾഫിന് ഡീമൺ പവേഴ്സ് കൂടി കിട്ടി. അങ്ങനെ വോൾഫ് ഡീമൺ കിങ് ആയിട്ട് മാറി, ഒരു ഡീമൺ ലോഡായിട്ട് ഗോഡായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ ഈ മോൺ എന്ന് പറയുന്നത് ഡീമൺ ലോഡിനെയാണ് എന്നത് മനസ്സിലാക്കാം. ട്രൂ പവേഴ്സ് കിട്ടിയത് കാരണം വോൾഫ് രൂപത്തിൽ തന്നെ ഇരിക്കേണ്ടി വന്നില്ല. ഞാൻ എന്നെയും മോണിനെ ലോയലായിരിക്കും, ഒരു നൈറ്റിനെയും എനിക്ക് എതിർക്കാൻ കഴിയുന്നില്ല. എന്നാൽ എന്ന് പറഞ്ഞ് ഡീമൺ പവേഴ്സ് അതിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. നിനക്ക് സെക്കൻഡ് ഡീമൺ പില്ലർ ആയ ഡീമൺ കോഡിനെ അറിയാമല്ലോ, ആഗ്രസിന്. ആളുടെ മുൻപിൽ നീ ഒന്നുമല്ല, ഇപ്പോൾ എന്റെ പവേഴ്സ് നീ കാണും എന്ന് പറഞ്ഞ് എന്തൊരു സ്കിൽ യൂസ് ചെയ്തു. അവിടെ പിറയിലായിട്ട് ഒരു കണ്ണുപോലെ. അതേ സമയത്ത് താഴെ ഡെഡായിരുന്ന വോൾഫ് ഡീമൺസ് എഴുന്നേൽക്കുകയാണ്. അത് ഒരു പപ്പറ്റായി മാറുകയും ചെയ്തു. നീ നോക്കിക്കോ, താഴെ ഉള്ളവരെ വെറും ഉറുമ്പുകളെ കൊന്നൊടുക്കുന്നത് പോലെ അവരെ കൊന്നൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്ന ആ വോൾഫ് ഡീമൺസ്. അത് നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം എതിർത്ത് പോരാടുന്ന ഹ്യൂമൻസ്. ഹാവച്ചൻ അവന്റെ പരമാവധി നോക്കുന്നു. ഷിങ്ങു അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ആ സമയത്ത് രണ്ടും വോൾഫ് കൈ പോലെയുള്ള അത് വന്ന് പിടിക്കാൻ നോക്കുന്നു. അത് തടഞ്ഞു നിൽക്കുന്നു. ഹാവച്ചൻ നോക്കി അവസാനം അവനെ ടാർഗറ്റ് ചെയ്യണ. അവിടെയുള്ള വോൾഫ് ഡീമൺസ് ഒരു കാര്യം പറയാം. ഈ വോൾഫ് ഡീമൺസിന്റെ കിങ് ആണ് മുകളിലുള്ള ആ വോൾഫ് ഡീമൺ. എന്നാൽ അതൊരു ഗോഡാണ്. ഏത് ആ 63ാമത്തെ ഡീമൺ ഗോഡ്. അവർ പരമാവധി നോക്കി. എന്നാൽ വോൾഫ് ഡീമൺസ് ഇപ്പോൾ പപ്പറ്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രോങ്ങസ്റ്റും അൺഡെഡും ആണ്. അതുകൊണ്ട് തന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, വീണു. അവന്റെ മുൻപിലിട്ട് ഒരുപാട് പേര് അടി വാങ്ങിച്ച് വീഴുവാണ്. ഷിങ്ങുവിനോട് കണ്ടില്ലേ, ഇതാണ് ഡീമൺസിനെ കളിയാക്കലുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ഷിങ്ങു ആ 2 കൈകളിൽ നിന്ന് പുറത്തു വരാൻ നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞ് പിന്നെ ചെയ്യുന്നു. അപ്പോഴേക്കും തെറ്റ് ചെയ്യുന്നവർക്ക് വിധി എഴുതും എന്ന് പറഞ്ഞ് സോഡ് എടുത്ത് കുത്തി. എന്തിനാൽ ഷിങ്ങു ത്രോൺ ഓഫ് സീരാത്തെടുക്കുകയാണ്. അതിന്റെ പേരാണ് ത്രോൺ ഓഫ് ഡൂം ആൻഡ് സ്ലാത്തർ. അത് അപ്പിയർ ആയതോടെ അവിടെ ത്രോണ് അതിൽ വരുന്നു. അവിടെ ഒരുപാട് രൂപങ്ങളെ കൊണ്ടുപോയി അതിൽ വന്ന് ഷിങ്ങു ഇരിക്കുന്നു. ഷിങ്ങുവിന്റെ കമാൻഡിൽ പോകാൻ ഒരുപാട് ആർമി. അത് നേരെ താഴേക്ക് പോകാനായിട്ട് പറയുന്നു. അവരും ചെന്ന് ആ പപ്പറ്റിനെല്ലാം കൊല്ലാനായിട്ട് തുടങ്ങി. ഡിവൈൻ പവേഴ്സിന്റെ മുൻപിൽ എന്ത് പപ്പറ്റ്. അങ്ങനെ താഴെ ഉണ്ടായിരുന്ന മുഴുവൻ പപ്പറ്റിനെയും ആ ആർമി ഇല്ലാതാക്കി. ഇവ തൊട്ട് മുൻപിൽ നിൽക്കുന്നത് ഒരു ഹ്യൂമനായിട്ട് മാത്രമല്ല, ഒരു സെയിലിനായിട്ട് കൂടിയാണ് എന്നത് വോൾഫ് ടീമിന് അതിന് മനസ്സിലായി. ഹാവച്ചനും അതിപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ വോൾഫ് ടീമിൽ നിന്ന് ഇത് ലോങ് ഷിങ്ങു എന്നത് മനസ്സിലായി. എങ്കിലും ലോർഡ് ആഗ്രസ്, നിങ്ങൾ വിചാരിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഷിങ്ങു, നീ ത്രോൺ ഓഫ് സീൽ അപ്പിറക്കി എങ്കിൽ 7ാമത്തെ ഡീമൺ പില്ലറായ ഡീമൺ കോഡ് അതിന് മനസ്സിലാകും, നിന്നെ തേടി വരും. എന്നാൽ കൊന്നു കളഞ്ഞു. അപ്പോൾ ഒരു ക്രൗണ് അത് കാണാം. അത് പോകാൻ നോക്കി. എന്നാൽ അതിനെയും പിടിച്ചു നിർത്തി ഒരു ബോക്സിനുള്ളിൽ ഇട്ടാക്കി. എന്നിട്ട് പൊട്ടിച്ചു കളയും. ഈ ക്രൗൺ ഉണ്ടെങ്കിൽ പില്ലറിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡീമൺ ഉണ്ടാകും. പറഞ്ഞതുപോലെ 7ാമത്തെ ഡീമൺ അതിന് ഷിങ്ങുവിനെ മനസ്സിലായി. ഒരു വലിയൊരു പവർഫുള്ളായ ആളാകണം, കാരണം അത്രയ്ക്കും ഹോറിബിൾ ആയിരുന്നു. അതിന്റെ ചെറിയൊരു പവർ ഷിങ്ങുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെ. എന്നാൽ അതിനെ പിടിച്ചു. നീ ഹൈഡ് ചെയ്താലേ നിന്നെ കണ്ടുപിടിക്കും. അതിനെ ഇല്ലാതാക്കി. ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. എന്തെല്ലാം പോകെ കാണാം. അങ്ങനെ ക്രൗണും ഇല്ലാതാക്കി എല്ലാം സോൾവ് ആക്കി. ഹാവച്ചനാകട്ടെ സ്റ്റണ്ണായിട്ട് നിൽക്കുകയാണ്. ഷിങ്ങു താഴെയുള്ള അവരുടെ അവസ്ഥ കണ്ട് ഒരു സ്കിൻ യൂസ് ചെയ്ത് അവരുടെ പരുക്ക് എല്ലാം മാറ്റുന്നു. അങ്ങനെ ഓഡിയൻ സിറ്റിയിലെ പ്രശ്നം സോൾവ് ആയി. അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് ഹാവച്ചൻ ട്രെയിനിങ് മറ്റേ ട്രൂ വൈറ്റ് സോഡ് അതിനുവേണ്ടി ഭായി ഷിങ്ങുവിനോട് ആമൻ, 7ാമത്തെ ഡീമണിന്റെ പേരാണ് ആമൻ, അതോ ആനന എന്തോ, അവൻ നിന്നെ അന്വേഷിക്കുകയാണ് എന്നതിന്. അതെ, ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. അത് കേട്ട് സങ്കടത്തോടെ ഹാവച്ചന്റെ കാര്യം ചോദിക്കുമ്പോൾ അവനെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. അവന്റെ ഫ്യൂച്ചർ എങ്ങനെയാകണമെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. വായു അപ്പോൾ അവനെ കൂട്ടി വരാനായിട്ട് പറയുന്നു സങ്കടത്തോടെ. ഷിങ്ങു ഹാവച്ചന്റെ അടുത്തേക്ക് പോകുന്നു. അവൻ അപ്പോൾ പ്രാക്ടീസ് തന്നെയാണ്. അവനെ തടഞ്ഞിട്ട് മുൻപ് നടന്നത് കണ്ടു. ഞാൻ ടെമ്പിളിലെ കാര്യം അറിയിച്ചിട്ടുണ്ട്, അവർ ഓഡിസിറ്റിയിൽ വന്ന് എല്ലാം ചെയ്തോളൂ. അവനോട് മരിച്ചവർ ഇനി തിരിച്ചു വരില്ല. അവ ചോദിക്കുന്നത് ഇന്ന് വന്ന ഡീമൺസിനെ പോലെ എല്ലാ ഡീമൺസിനെയും കൊല്ലാൻ കഴിയും. ആ ഡീമലോടെ ഫെങ്ഷുവിനെ. അതെ, എന്നാൽ സീൽ ഓഫ് നൈറ്റ് ആയ എനിക്ക് ഇപ്പോൾ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആർക്കും ഇപ്പോൾ കഴിയും. അവനെ വിളിച്ചിട്ട് ആ മല കണ്ടോ, അതിന്റെ ടോപ്പിലെത്താൻ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ ഷോർട്ട് കട്ടിലൂടെ പോവുകയാണെങ്കിൽ എളുപ്പമാകും. എന്നാൽ അതൊരിക്കലും നിന്നെ സ്ട്രോങ് ആക്കില്ല. അവന് പറഞ്ഞു വരുന്ന എന്തൊക്കെയോ മനസ്സിലായി. നൈറ്റ് ശ്രൈൻ എന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ഡിസബിൾ നൈറ്റും ഗാർഡിയൻ നൈറ്റും. സംഭവമൊന്നുമില്ല, ഈ ഡിസബിൾ നൈറ്റ് ഷിങ്ങുവിനെ പോലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ ഗാർഡിയൻ നൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവനോട് ഡിസബിൾ നൈറ്റ് ആകാനാണ് പറയുന്നത്. എന്നാൽ അവൻ
എനിക്ക് ഗാർഡിയനേറ്റ് ആകണം, ഹ്യൂമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഫ്രണ്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻ്റെ അമ്മയെ പിന്നെ അച്ഛനെ. അത് കേട്ട് ഷിങ്ങുവിന് എന്തോ പോലെയായി. ശരി എന്ന പോലെ പറഞ്ഞിട്ട് നിനക്ക് ഡിസ്ട്രാക്ഷൻ സ്റ്റോൺ അറിയാലോ, നിന്റെ ആ എക്സ്റ്റേണൽ സ്പിരിച്വൽ എനർജി 97 100-നടുത്ത് നീ ഒരു സൺ ഓഫ് ലൈറ്റ് ആണ്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ എല്ലാവരിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. നീ 2 ഷ്രൈനും പഠിക്കണം, അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഡുവൽ നൈറ്റ് ഷ്രൈൻ ആകും. ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഈ നൈറ്റ് ഷ്രൈൻ 2 തരത്തിലാണ്, ഒന്ന് ഡിസിപ്പിളും ഒന്ന് ഗാർഡിയനും. ഡിസിപ്പിൾ അറ്റാക്കും ഗാർഡിയൻ പ്രൊട്ടക്റ്റും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്ക്, കാരണം ഫ്യൂച്ചറിൽ അത് ആവശ്യമാണ്. ഡുവൽ നൈറ്റ് ഷ്രൈൻ അതിന് മറ്റുള്ളവരെക്കാൾ പല മടങ്ങ് നീ ട്രെയിനിങ് ചെയ്യേണ്ടി വരും. വീക്കാവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവൻ്റെ സൺ ഓഫ് ലൈറ്റ് കുറച്ച് നാളത്തേക്ക് സീൽ ചെയ്ത് വെച്ചിരുന്നു, കാരണം ഇനി അവന് കഴിഞ്ഞില്ല എങ്കിലും അതിപ്പോൾ ആക്ടിവേറ്റും ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഓർമ്മ നിനക്കതിന് കഴിയുമോ? അന്ന് സോഡ് എടുക്കുന്ന ടൈമിലും കേട്ട വോയിസ് ബ്ലെസ്സിങ്ങിൻ്റെ കൂടെ കഴ്സും ഉണ്ടാകും. നീ ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ചലഞ്ചും എൻഡലെസ്സായ എക്സ്പീരിയൻസും ആണ്. നീ നൈറ്റായിട്ട് തന്നെ മുന്നോട്ട് പോകണം. എന്ത് ഫേസും ചെയ്യേണ്ടി വരും. നിനക്ക് ആവശ്യമുള്ളപ്പോൾ നിന്റെ ലൈഫ് അത് നീ എനിക്ക് തരണം. നീ പേടിച്ചോ? അവനോർത്തിട്ട് എനിക്ക് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ല. സീൽ ഓഫ് നൈറ്റ് കണ്ട് ആദ്യമായിട്ട് ഓഡിസിറ്റി ഉള്ളവർ ക്രൂവലായി സിറ്റുവേഷനിൽ ഫേസ് ചെയ്തു. എനിക്ക് ഓഡിസിറ്റിയിൽ ജീവിക്കാനാണ് ആഗ്രഹം. ഇവിടുത്തെ ഫ്ലവേഴ്സിൻ്റെ സ്മെല്ല്, ഹാപ്പിനെസ്, അവരുടെ ഹോപ്പ്, ഫ്രണ്ട്സ്, അമ്മയുടെ കൂടെ ഉള്ളത് എന്ന ഡീംസ് കാരണം അതെല്ലാം ഇല്ലതായി. അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ് ആകും, എല്ലാവരെയും രക്ഷിക്കും എന്ന് പറഞ്ഞ സീല് അതും ബ്രേക്ക് ചെയ്തു. അത് കേട്ട് ഹാപ്പി ഷിങ്ങുവിനും അതുപോലെ ബായുവിനും എന്നാൽ അവനെ വിട്ടു പോകണേ എന്നത് അവനറിയില്ല. അവനെ 6 ത്രോൺ ഓഫ് സീൽ അതിനെപ്പറ്റി പറയുകയാണ്. ത്രോൺ ഓഫ് സീൽ ഓരോന്നായിട്ട് പറയാം. ത്രോൺ ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് മെർസി, സ്ട്രോങ്ങസ്റ്റ് ഡിഫൻസ്. ത്രോൺ ഓഫ് ഓർഡർ ആൻഡ് റൂൾ, സ്ട്രോങ്ങസ്റ്റ് ഡൊമൈൻ അറ്റാക്ക്. ത്രോൺ ഓഫ് വിഡ്സം ആൻഡ് സ്പിരിറ്റ്, ഇൻസൈറ്റ്ഫുൾ ഐസ്. ത്രോൺ ഓഫ് ഫിയർ ആൻഡ് സാഡ്നെസ്, സ്ട്രോങ്ങസ്റ്റ് ഫോർബിഡൻ അറ്റാക്ക്. ത്രോൺ ഓഫ് ഇമോർട്ടാലിറ്റി ആൻഡ് ക്രിയേഷൻ, ഇന്നേ വരെ ആർക്കും തന്നെ എടുക്കാൻ കഴിയാത്ത ഒന്ന്. ദ ബിഗിനിങ് ഓഫ് ആൾ തിങ്. നിനക്കിതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടണം. അവന് മനസ്സിൽ എനിക്കിതിൽ ഏതാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ ക്രൗൺ, അതിനെപ്പറ്റി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ക്രൗൺ ഉപയോഗിച്ചാണ് ആ പില്ലറിൽ പുതിയ ഡീമൺ അതിനെ വരുത്തുന്നത്. ഈ ക്രൗൺ ഇല്ലാതായ ഡീമൺ ഉണ്ടാകില്ല എന്നല്ല, കുറച്ച് വർഷങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് 6000 വർഷമായിട്ടും ഇതേവരെ ഡീമൺസിനെ ഒന്നടക്കം ഇല്ലാതാക്കാത്തത്. ആ ഡീമൺ പില്ലർ അത് തകർത്താൽ മാത്രമേ കഴിയൂ. അവനൊരു സ്പിരിച്വൽ സ്റ്റോവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫർണൈസ് എന്ന് പറയാം, അത് കൊടുക്കണം. ഫസ്റ്റ് എപ്പിസോഡ് കണ്ട അത് തന്നെ. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് സംഭവം ഇതൊരു റയറസ്റ്റ് നാച്ചുറൽ ട്രഷറാണ്. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ കൂടി ആവും വളരെയധികം സ്ട്രോങ് ആകും. നോർമലി ഫർണസ് അത് കിട്ടുമ്പോൾ അവരുടെ കൾട്ടിവേഷൻ ഏത് രീതിയിലാണ് പോകുന്നത് ആ രീതിയിലാകും. അതിൽ നിന്ന് വരുന്ന സ്കില്ലുകൾ അവരുടെ കൾട്ടിവേഷന് വേണ്ട ഫർണസ് തന്നെ വേണമെന്നില്ല. ഈ സോൾഡറിങ്ങിനെയൊക്കെ പോലെ തന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ പവേഴ്സ് അതിനുള്ളിൽ കാണും. പിന്നെ ഈ സ്പിരിച്വൽ ഫർണൈസ് ഈ സീരീസിൽ ഊട്ടുന്നുണ്ട് ഉണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായിക്കോളും ഇത് ഷിങ്ങുവിൻ്റെ ഫർണൈസാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ സ്കില്ലുകളും ഉണ്ടായിരിക്കും. പറയാൻ പറഞ്ഞത് മൊത്തം 74 ഫർണൈസാണ് ഉള്ളത്. അറിയാവുന്ന അത് വെച്ച് അതിൽ 68ാമത്തെ സ്ഥാനമാണ് ഈ ഫർണൈസിന്. എന്നാൽ ടോപ്പ് 10-നുള്ളിലെ വാല്യൂ ഇതിനുണ്ട്. ഞാൻ പറഞ്ഞ സ്കില്ലിനനുസരിച്ച് ഫർണൈസിൻ്റെ എബിലിറ്റി മാറും. അവൻ്റെ ബ്ലഡ് വെച്ച് മെർജ് ചെയ്യിപ്പിക്കാനായിട്ട് പോകണം, നീ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് അവന് അതിൻ്റെ ബോഡിക്കുള്ളിലേക്ക് പോയി. അപ്പോൾ അവൻ ആ എനർജി സ്പേസിലേക്ക് പോവാണ്. അവിടെയാണ് ആ എനർജി സ്റ്റോവ് അത് ചെയ്യാൻ പോകുന്നത്. ഈ ഫർണൈസ് ഹാവച്ചനെ വരുത്തുന്ന ഉപകരണം എന്നത് വളരെ വലുതാണ്. അതൊക്കെ പോകെ കാണാം. അവനോട് ഇത് ഹോളി ട്രാക്ഷൻ ഫർണൈസ്, ഇത് ഉപയോഗിച്ച് എനിമിയെ അട്രാക്ട് ചെയ്യാൻ കഴിയും. ഫ്രണ്ട്സ് ക്രിട്ടിക്കലായ ടൈമിൽ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഗാർഡിനേറ്റിന് ഉപകാരം കൂടി ഉള്ളതാണ്. ഇത് 3 പ്രാവശ്യം എവോൾവ് ആകും, ഇപ്പോഴും ആകാൻ പോവുകയാണ്. അവനത് അതിശയത്തോടെ കാണുകയാണ്. അങ്ങനെ മാറ്റങ്ങൾ വരികയും അതാകുകയും ചെയ്തു. അവിടെ അവൻ ആ ഹോളി സ്പിരിച്വൽ ഫർണൈസ് അതുണ്ടായത് കാണുന്നു. അവൻ അപ്പോൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലവണ്ണം സ്ട്രോങ് ആകും. അവൻ നന്ദി പറയുമ്പോൾ നീ ഇത് അബ്സർവ് ചെയ്യണം. അവന് ഇവിടെ നിന്ന് ചെയ്യാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ലയൺ ഒരിക്കലും കാട്ടിലെ കിങ് ആണ് എന്ന് പറഞ്ഞ് നടക്കില്ല, കാരണം അത് ഒറ്റയ്ക്ക് വേട്ടയാടില്ല. നീ സ്ട്രോങ് ആകേണ്ടത് നിന്റെ മാത്രം കഴിവെച്ചാണ്. ഞാൻ നിന്റെ അമ്മയും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചെയ്യാൻ പോകുന്നു. നീ ഇനി നിന്റെ കാര്യം നോക്കണം. അത് കേട്ട് മനസ്സിലായില്ല. എന്താ പറയുന്നത്, പറഞ്ഞിട്ട് അവനെ വിട്ട് അവർ പോവുകയാണ് എന്നത് പയ്യാണ് മനസ്സിലായത്. അങ്ങനെ ഓടിച്ചെല്ലാനായിട്ട് നോക്കുമ്പോൾ ആ ഫർണൈസിലെ സ്കില്ല് അത് അവനെ ലോക്കാക്കി. ഇതേ സ്കില്ല് തന്നെയാണ് ഡീമൺ ഗോഡ് ആ വോൾഫിനെ പിടിക്കാനായിട്ടും ഉപയോഗിച്ചത്. അതേപോലത്തെ സ്കില്ല് വെച്ച് അവനെ ചങ്ങല പോലുള്ള അത് വെച്ച് അവനെ ലോക്കാക്കി. എന്നെ കൂടെ കൊണ്ടുപോകുക, അവനോട് കരയാതെ. നിന്റെ ഒരേ ഒരു വീക്ക്നെസ് ആണ് നമ്മൾ, അത് നീ ഓവർകം ചെയ്യണം. എന്നാൽ മാത്രമേ നിനക്ക് നൈറ്റിലെ ഗ്ലോറി ഉണ്ടാക്കാൻ കഴിയൂ. ഇത് ടെമ്പററി ആയിട്ടാണ്, നമ്മൾ വരും, അതിന് നീ സ്ട്രോങ് ആകണം എന്ന് പറഞ്ഞു പോകുന്നു. അവനെ പുറകോട്ട് വലിക്കാനായിട്ടും തുടങ്ങി. അവൻ കരഞ്ഞു പറയുന്നുണ്ട് എന്നോട് പോവല്ലേന്ന്. എന്നാൽ കരയാൻ മാത്രമാണ് മിച്ചം. പുറത്ത് അവൻ്റെ മടിയിൽ വെച്ച് ബായു സങ്കടം. ഇവൻ ഒരിക്കലും എന്നെ ഒറ്റയ്ക്കായിട്ട് പോയിട്ടില്ല, ഞാൻ ഇവൻ്റെ കൂടെ കാണും. അതിന് ഷിങ്ങു അവന് ഒരു മിഷനുണ്ട്. അവൻ്റെ വീക്ക്നെസ് കാരണം അവർ ഒരിക്കലും
അവനൊരിക്കലും സ്ട്രോങ് ആയി നൈറ്റ് ആയില്ല എന്നോട് പറയണ അത് കേട്ട് കരയിച്ചില്ല മാത്രം. ഹാവച്ചൻ അവിടെ തളർന്നു നടക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ താരാട്ട് പോലെ അത് കേട്ട് അവൻ കണ്ണുറന്നു. അവൻ വേറൊരു സ്ഥലത്ത് അവൻ്റെ അമ്മയെ കണ്ട് നേരെ ചെന്ന് കെട്ടുപിടിച്ച് എന്നെ വിട്ട് പോകല്ലേ എന്ന് പറയുമ്പോൾ അത് കേട്ട് അവനോട് സമാധാനിപ്പിക്കുകയാണ്. എനിക്ക് നീ വാക്കുതാ സ്ട്രോങ്ങസ്റ്റ് ആയ നൈറ്റ് ആകുമെന്ന്, എന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. അവനും വാക്കൊടുത്ത് ആ പ്രോമിസ് അവൻ പാലിക്കുമോ എന്ന് നോക്കാം. അങ്ങനെ അവൻ്റെ അമ്മ അവിടെ നിന്ന് മറഞ്ഞു പോവുകയാണ്. അവൻ്റെ അമ്മയോടുള്ള സ്നേഹം അതുപോലെ അച്ഛനോടുള്ള അവൻ്റെ ഓർമ്മകളെല്ലാം ഓർത്തെടുത്ത് അവൻ ആ ഫർണീസ് അവൻ്റെ ബോഡി ആയിട്ട് മെർജ് ചെയ്യുകയാണ്. അത് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആ ചങ്ങല ഇല്ലാതാകും. അങ്ങനെ അവൻ അവസാനം അത് ചെയ്തു, അത് പൊട്ടിച്ചു. അത് അവർക്ക് മനസ്സിലായി. വായനോട് ഇനി നമുക്ക് പോകാം, അവനെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അവർ അങ്ങനെ അവനെ വിട്ട് പോകുന്നുണ്ട്. പിറ്റേന്ന് അവ ഉണരുമ്പോൾ അവർ പോയിരുന്ന അവിടെ ലെറ്ററും ഒരു ബുക്കും അതിൽ ചിങ്ങി പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ബുക്ക് അത് ആ ഫർണീസിനെ പറ്റിയുള്ളതാണ്. നീ സ്വന്തമായിട്ട് പഠിക്കണം, ഇനി മുതൽ നീ ഒറ്റയ്ക്കാണ് എന്നത് ഓർക്കണം. കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ സ്പിരിച്വൽ എനർജി അത് ഉണ്ടാക്കി തരും. അതായത് മാന അത് നന്നായിട്ട് ട്രെയിനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡും കൂടും. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയും എന്നതാണ് മെയിൻ ഉപയോഗം. അവൻ്റെ ഇൻഹെറിറ്റർ റിങ് അതിൽ 2 നൈറ്റ് സ്ട്രെയിനെ പറ്റിയുള്ളതുകൊണ്ട് ആ ബുക്കിൽ അതിനെ പറ്റിയുണ്ട്. അത് നീ ട്രെയിനിങ് ചെയ്യണം. അവസാനമായിട്ട് അവനോട് ആ മൂൺ ടെമ്പിളിൽ പോകുന്നതും ഈഹുവ എന്ന ഒരു മെൻറ്ററിന് കീഴിൽ നീ ട്രെയിനിങ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് നീ സ്ട്രോങ് ആകും. നിന്റെ ഐഡന്റിറ്റി സൺ ഓഫ് ലൈറ്റ് അത് അത്ര പെട്ടെന്ന് നീ റിവീൽ ചെയ്യരുത്. അതുപോലെ തന്നെ നീ ഡിസബിളും ഗാർഡിനും അത് ഒരേ ടൈമിൽ കൊണ്ടുപോകണം എന്നത് അത്ര പെട്ടെന്ന് നീ അറിയിക്കരുത്. ഇത് നിന്റെ നല്ലതിന് വേണ്ടിയാണ്. പിന്നെ നീ ഒരിക്കലും നമ്മളെ തേടി വരരുത്. നിന്റെ ലെവൽ 7 ലെവൽ നൈറ്റ് ആകുന്നത് വരെ, അതുപോലെ സിൽവർ പ്രൊട്ടക്റ്റ് ആർമർ കിട്ടുന്നത് വരെ. അവൻ ഓഡിസിറ്റിയുടെ അവസ്ഥ അതൊക്കെ കണ്ട് ഡീമൻസിന് ഇല്ലാതാക്കണം. എങ്കിലും അവൻ്റെ അച്ഛൻ പറഞ്ഞ വഴി അത് തന്നെ പോകാനും ഉറപ്പിച്ചു. അച്ഛൻ അമ്മ ഞാൻ ഉറപ്പായും സ്ട്രോങ് ആകും, അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യും, ഹാപ്പി ആയിട്ട് ജീവിക്കും, ഇതെല്ലാം അവസാനിക്കുമ്പോൾ എന്ന് പറഞ്ഞു പോവാണ്. അവൻ്റെ ഒരു പുതിയ തുടക്കത്തിന്, അതായത് അവൻ്റെ നേട്ടത്തിനായിട്ട് ഇനി എന്തൊക്കെയാണ് അവൻ ഫേസ് ചെയ്യാൻ പോകുന്നത്. അവൻ സ്ട്രോങ് ആകുമോ? ആ 72 ഡീമൺ പില്ലേഴ്സ് തകർത്ത് 72 ഡീമൺ ഗോഡ്സിനെയും കൊല്ലാൻ കഴിയുമോ എന്നത് ഒരേ ഒരു ലക്ഷ്യമായി ഫെങ്ഷുവിന് അവന് എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ വരും എപ്പിസോഡിൽ കാണാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.